അങ്ങനെ നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇന്നലെ മേടിച്ച ടോപ്പ് ഇട്ട് സൺസ്ക്രീൻ വാരി പുത്തിൻ്റെയാന്ന് തോന്നണം കേട്ടോ. ഇനി ഇങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കണേ. പക്ഷെ സാരില്ല, സൺസ്ക്രീൻ ഇരുന്നോട്ടെ. എന്താണെന്നറിയോ, സൺസ്ക്രീൻ ലാസ്റ്റ് തുള്ളി വരെ ഞാൻ ഉപയോഗിച്ച് അത് കളഞ്ഞു. ആ ബോട്ടിൽ അത് കണക്കാക്കി 4 ദിവസത്തേക്കുള്ള സൺസ്ക്രീൻ കണക്കാക്കിയാണ് പോണത്. മോയ്സ്ചറൈസറും തീർന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ നോട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇമ്മക്കുട്ടിയെ ഞാൻ അറിയാണ്ട് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഏട്ടൻ പറയും, നീ ഇന്ന് പോക്കറ്റ് നോക്ക് ഏട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ ഞാൻ പോക്കറ്റ് നോക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞി നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മക്കുട്ടി ഭയങ്കര സ്വീറ്റാട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. എപ്പോഴും ഇങ്ങനെ കുഞ്ഞു നോട്ട്സ് ഒക്കെ എഴുതി വെക്കും. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ചൈന ടൗൺ ആണ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ചക്കയുടെ ഒരു മിനി വേർഷനാണ്. പക്ഷെ അതിന് ഭയങ്കര ഒരു മണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല. പിന്നെ ഇത് കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അതേപോലെ തന്നെ കീ ചെയിൻസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചെണ്ണം മേടിച്ചു. അതാകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതല്ലേ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു കായ ഇങ്ങനെ ചൂടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും നിൽക്കാനേ പറ്റില്ല, അത്ര ചൂടാണ് കേട്ടോ. ആളെങ്ങനെയാണ് നിൽക്കണേന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മളത് മേടിച്ചില്ല. എനിക്ക് ലാസ്റ്റ് ഡേ ആയപ്പോൾ നല്ല കാലുവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. പക്ഷെ എനിക്ക് ഇത്തവണ എന്നോട് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി. ഇത്ര കാലുവേദനയും വയ്യായ്ക ഉണ്ടായിട്ടും ഞാൻ ഒരു 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 പൊടിക്ക് പോലും പിൻവാങ്ങിയില്ല എന്നുള്ളതാണ്. ഇത് ഫുള്ള് നടന്ന് നോക്കി പറ്റാവുന്നതൊക്കെ പിക്ക് ചെയ്തെടുത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നടക്കണ്ടായിരുന്നത്. എനിക്ക് കുട്ടിക്കും എന്നെ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ നോക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. ഏട്ടന് പിന്നെ സാധനങ്ങളായിട്ടൊന്നും മേടിച്ചാൽ എന്തായാലും ശരിയാവില്ല. കഴിക്കാനുള്ളത് എന്തെങ്കിലും അത് മേടിക്കണം വെച്ചിട്ട് അത് ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാഗ് മേടിച്ചേ, ഇത് 2 എണ്ണം. ഇത് 39 റിംഗറ്റ്സ്, അതായത് നമ്മുടെ ഒരു 700 റുപ്പീസ് ഒക്കെ ഉണ്ടാവും. അത് ആ ഒരു വിലയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബാഗ്സ് ഉണ്ട്. നമുക്ക് വഴിയോരത്തൊന്നും മേടിക്കാം. പിന്നെ അത് അവിടെ തന്നെ ഇങ്ങനത്തെ കടകളും ഉണ്ട്, അവിടെയും മേടിക്കാം. ഈ കടകളാകുമ്പോൾ ഫിക്സ്ഡ് പ്രൈസ് ആണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. കടയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അവിടെ ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ മേടിച്ചു, അത് വേറെ കാര്യം. നല്ല ടഫാണ്, നമുക്ക് ഭാഷയൊന്നും അറിയാത്ത കാരണം അങ്ങനെ. പിന്നെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ നടന്ന് കാണാനായിട്ട്. നമുക്ക് ഇങ്ങനത്തെ കുനുകുനെന്നുള്ള ബാഗുകളും ചെരുപ്പുമാണ് ഏറ്റവും അധികം ഞാൻ കണ്ടത്. ഡ്രസ്സ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടൊരു ടോപ്പ് മേടിച്ചു. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ട് ഉള്ളൊരു സ്വീറ്റാണ് ഇത്. 2 ദോശയുടെ ഇടയ്ക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ എന്തോ സ്വീറ്റും പോലെയുള്ളതാണ്. ഒരു സ്വീറ്റ് ഒരു മധുരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് രസമുണ്ടായിരുന്നു. ആ പൂപ്പൻ കുറേ കാലമായിട്ട് ഇവിടെ ഇത് തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കണത്. രസമുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിന് 3 റിംഗറ്റേ ഉള്ളൂ അതിന്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്പെഷ്യൽ സോസേജസും അതേപോലെ ഇത് അവിടെ അപ്പം ഉണ്ടാക്കി തരുന്ന അതായത് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്ന വാഫിൾസ് ആണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സോസേജും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹണി ലെമൺ ആണ്, ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ. എന്നിട്ട് ഇങ്ങനെ തേരാപ്പാര നടന്ന് പിന്നെ അവസാനം ഞങ്ങൾ ചൈന ടൗൺ മൊത്തം കറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, മാരിയമ്മ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വന്ന് അത് നമ്മളെ വണ്ടിയിൽ തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ അവർ ചെയ്ത്. പിന്നെ അത് കുറച്ച് നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിക്കണം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് സൂപ്പ്, അതിൻ്റെ ഉള്ളിൽ ചിക്കൻ, അതിൻ്റെ ഉള്ളിൽ ന്യൂഡിൽസ് ഉള്ളത് തരാനൊക്കെ പറഞ്ഞു. ഒരുവിധം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കിട്ടിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ചോദിച്ചു. അവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ല പ്രോൺസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ലതായിരുന്നു. ബിരിയാണി ദുരന്തമായിരുന്നു. അങ്ങനെയൊക്കെ അത് കഴിച്ച് നമ്മൾ ഇറങ്ങി നടന്ന് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ച് ഇനി നമ്മൾ എന്താ പോണ വഴിക്ക് ഈ ഇവിടെ പുത്രജയാണോ ഇത്? അല്ല, പുത്രജയല്ല കേട്ടോ, സോറി. ഇത് അവിടുത്തെ ഒരു മോസ്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുത്രജയ നമ്മൾ ഓൾറെഡി വന്നൂല്ലോ അല്ലെ, ഇന്നലെ മോസ്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ മോസ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡ്രസ്സ് ഇടണം. നമ്മൾ മുസ്ലിം അല്ലെങ്കിൽ
പിന്നെ അതേപോലെ തന്നെ തലയിൽ ആ തൊപ്പി പോലത്തെ സാധനമുണ്ട്, മുടി കാണിക്കാൻ പാടില്ല കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ മോസ്ക് കാണാനായിട്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ ഒരു റിങ്കറ്റിനകത്ത് ഈ സൂചി മേടിച്ചിട്ട് അവിടെ ഇങ്ങനെ കുത്തി വെക്കാം, ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക്. അങ്ങനെ കേരളം പോട്ടെ, കേരളമല്ല, ഇന്ത്യയൊക്കെ മൊത്തം ആ സൂചി കൊണ്ട് കവറായിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ എത്താണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് കൈരളി ട്രെയിൻസ്. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു 30,000 4 day ട്രിപ്പ് വിത്ത് സ്റ്റേ, അതേപോലെ തന്നെ ടിക്കറ്റ്സ്, വിസ, അതെല്ലാം കൂടിയിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ട്രിപ്പായിരുന്നു. എസ്പെഷ്യലി സ്റ്റേ സൂപ്പർബായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എയർപോർട്ടിലെത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾക്ക് ലഗേജ് കൊടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എത്ര പൈസ കൂടുതൽ കൊടുക്കണമെന്ന്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, പൈസ കൊടുക്കേണ്ടി വന്നില്ല. നമ്മുടെ ചെക്ക് ഇൻ ലഗേജിലേക്ക് ആക്കി തന്നു അവർ. അപ്പോൾ ചെക്ക് ഇൻ ലഗേജ് ആകുമ്പോൾ എല്ലാം 7 kg തന്നെയായിരുന്നു. പിന്നെ ഹാൻഡ് ബാഗ് എക്സ്ട്രാ അവർ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഹാൻഡ് ബാഗ് എക്സ്ട്രാ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ചെക്ക് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഈവൻ ദോ 7 kg ഇത്തിരി കൂടുതലുണ്ടായിരുന്നെങ്കിൽ പോലും. പിന്നെ നമുക്ക് കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടി ചിലവാക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും ഇമ്മക്കുട്ടിക്ക് വേണ്ട കുറച്ച് ഗിഫ്റ്റും പിന്നെ ഏട്ടന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നടന്നു. ഈ നടപ്പിൽ ശരിക്കും എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ പോലെയായിട്ടോ. പിന്നെ ഒരുവിധം നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ മാത്രമേ ഇതിങ്ങനെ ഏട്ടൻ മാത്രം വന്നതെന്ന് വിചാരിച്ചു. അല്ല കേട്ടോ, ഇമ്മക്കുട്ടി അവിടെ ഒളിഞ്ഞിരിക്കും, എപ്പോഴും അങ്ങനെ അവൾ ഒളിഞ്ഞു നിൽക്കും. ഞാൻ എവിടെ പോയി വർക്കിനൊക്കെ പോയി വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും, എന്നിട്ട് ഇങ്ങനെ ബോധം പറഞ്ഞിട്ട് വരും. അത് ഭയങ്കര സന്തോഷം ഇമ്മക്കുട്ടിക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കെട്ടിപ്പിടിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇത് മിസ്റ്റർ ബീന്റെ പാവയാ, അവിടെ കുറെ പേർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവിടെ നിന്ന് മേടിച്ച ബാഗ് 2 എണ്ണം. ഇതുണ്ടല്ലോ കറക്റ്റ് നമ്മളൊരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇതിന്റെ ഹായ് നാന ഇൻസ്പയർ ലുക്ക്, അതിലത്തെ ബാഗാണ് അന്ന് കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ എനിക്ക് വയ്യ കേട്ടോ, ഇന്നലെ രാത്രി പനിച്ചു, പക്ഷെ ഇപ്പൊ നല്ല ഭേദമായി. ഇനി ഈ ചെരുപ്പാണ് മേടിച്ചത്. പിന്നെ ബാക്കിയൊക്കെ കറ സാധനം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, അത് തന്നെയാട്ടോ. ഇതില് ഹീലുണ്ട്. ഇഷ്ടായോടാ? ഇതിന്ന് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു ഇമ്മക്കുട്ടിയും മേഡനും കൂടിയിട്ട്? സമാധാനം. എങ്ങനെയുണ്ട് അത്? മേക്കപ്പ് ക്യൂട്ട് ആയിണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാനായിട്ട്. ലിപ്സ്റ്റിക് ആടാ? കണ്ടോ ഇതിന്റെ ഷേപ്പ്? അയ്യടാ, ഇതെന്താ സാധനം? ഇതെന്താ ഏട്ടാ അത്? ഇത് ഹോട്ട് വാട്ടർ ചോക്ലേറ്റ്. പിന്നെ ടിൻഡ് എങ്ങനെ ഉണ്ടാക്കുക? ഇത് നോക്കൂ, ഇത് കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്നലെ രാത്രി എനിക്ക് പനിച്ചുട്ടാങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നന്നായിട്ട് വേർത്തു. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഡാർക്ക് സർക്കിൾസ് കണ്ടോ എന്റെ ദൈവം. ഇന്നലെ അത്യാവശ്യം ഉറങ്ങിയിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ മുഖത്തേക്ക് മാച്ചിങ് ആവും. ശരിയാണല്ലോ. അങ്ങനെ ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് നല്ലതായിരുന്നു കേട്ടോ. ഐ ജസ്റ്റ് മിസ്ഡ് ബോത്ത് ഓഫ് യു. അപ്പൊ ഇനി എനിക്കിന്ന് കുറച്ച് പണികളുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട്. ഞാൻ ഇത്തിരി ടയർഡായിട്ടോ, സാധാരണ പോലെയല്ല, കൊറേ നടന്നിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത്രയും അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മള്
ആദ്യമായിട്ട് ഞാൻ പുറത്തുനിന്ന് തോന്നുന്നു പെട്ടി പൊട്ടിക്കണേന്റെ ഒരു ഫീൽ ഉണ്ടാന്നൊക്കെ തോന്നുന്നു. Glow in the dark spider. അത് കുഞ്ഞിന ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ ആവും. പക്ഷെ അത് അമർത്തി വെച്ചിട്ട് ഇതിന്റെ ബാക്ക് ഒന്ന് അമങ്ങിപ്പോയി. അത് ശരിയാക്കണേന്. അപ്പൊ അത്രയുള്ളൂടാ. ബൈ ബൈ, ലവ് യു.